ശബരിമലയിൽ വീണ്ടും തിരക്കേറുന്നു. രാവിലെ 9 മണിവരെ 38,000-ലധികം തീർത്ഥാടകരാണ് മല കയറിയത്. ഇന്നലെ 84,872 പേർ ദർശനം നടത്തി. അന്നദാനത്തിൽ കേരള സദ്യ വിളമ്പണമെന്ന ദേവസ്വം പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിൽ ഇന്ന് ചേരുന്ന ബോർഡ് യോഗം തീരുമാനമെടുക്കും. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ബുദ്ധിമുട്ടില്ലാതെ തൊഴാനുള്ള സാഹചര്യങ്ങൾ, എത്താനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർത്ഥാടകരും അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം. தமிழ் எங்கிருந்து வருதுங்க? நாங்கள் கோயம்புத்தூர்லேருந்து வரோம் சாமி. நாங்கள் ஒரு 30 பேர் வந்திருந்தோம். நேற்று நைட்டே வந்துட்டோம். 2 மணி நேரத்தில் வந்துட்டோம். சாமி தரிசனம் பார்த்துட்டோம். எல்லாம் ஏற்பாடெல்லாம் நல்ல முறையில் பண்ணியிருக்காங்க. ஓரளவுக்கு திருப்தியாக இருக்குது. எல்லாம் நாங்கள் சாமி பார்த்து கும்பிட்டோம் சாமி. தண்ணி பிஸ்கட்டு அப்படியெல்லாம் கிடைச்சிருக்கு? தண்ணி பிஸ்கட்டு வர வழியில் அதெல்லாம் கொடுக்குறாங்க. தண்ணி கொடுத்துட்ருக்குறாங்க. பிஸ்கட்டு அதெல்லாம் கொடுத்துட்ருக்குறாங்க. ஒன்றும் பிரச்சனை இல்லை. மெடிக்கல் ஹெல்ப் எல்லாம் கிடைச்சிருக்கு? மெடிக்கல் ஹெல்ப் என்ன வேணுமோ அதெல்லாம் பண்ணிட்டு தான் இருக்காங்க. வர வழியில் பண்ணிட்டு இருக்காங்க சார். ஏறும்போது 18ஆம் படிக்கு இல்லை, 18ஆம் படிக்கு வரும்போது ஒன்றும் பெரிய அவ்வளோ ஒன்றும் கஷ்டம் இல்லை. நார்மலான கூட்டம் தான். ஒரு பெரிய கூட்டம் கஷ்டம் இல்லை சொல்கிறதுக்குலாம் இல்லை. போலீஸ் எந்த மாதிரி இருக்குது? போலீஸ் நம்மளுக்கு பக்தர்களுக்கு என்னென்ன தேவையோ அந்த வசதியெல்லாம் பண்ணி கொடுக்குறாங்க. நல்ல முறையில் சிறப்பாக பண்ணி கொடுக்குறாங்க. கூட்டம் அதிகமாக இருந்துச்சு ஆரம்பத்தில் தொடங்கினப்போ. இப்போது பரவாயில்லைங்க, எல்லாமே கண்ட்ரோலில் இருக்குது. ஸ்பாட் புக்கிங் கொஞ்சம் கம்மி பண்ணி எல்லாமே அந்த விர்ச்சுவல் கியூ அனுமதிக்கிறதுனால ஓரளவுக்கு இப்போ கூட்டம் பரவாயில்லைங்க. விர்ச்சுவல் கியூ தான் வந்தது. விர்ச்சுவல் கியூவில் தான் வந்து விர்ச்சுவல் கியூவில் தான் வந்தோம். கரெக்ட் டைம் எல்லாமே அலோவ் பண்ணாங்க. ஓகே, அங்கே இதெல்லாமே ஏற்பாடுகள் எல்லாமே நல்லா பண்ணியிருக்கோம். சாமிமார்கள் எல்லாருமே வந்து வர்ச்சுவல் கீ டிக்கெட் போட்டிருந்தா யாருக்கு எந்த சிரமம் இல்லாமல் வந்து சாமி தரிசனம் பார்த்துட்டு போயிடும். അതായത് വെർച്വൽ ക്യൂവിൽ വന്ന് ബുക്ക് ചെയ്ത് വരുന്ന ആളുകൾക്ക് സുന്ദരമായ രീതിയിൽ, സുഗമമായ രീതിയിൽ എത്താവുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. പ്രത്യേകിച്ചും ശബരിമലയിൽ പല ദിവസങ്ങളിലായി ഇന്നത്തേക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന ആളുകൾ ഇന്ന് വരാൻ സാധിക്കാതെ 2 ദിവസം കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞോ എത്തുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ അന്ന് ബുക്ക് ചെയ്ത ആളുകൾ നേരത്തെ വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അവരെ ഒന്നും തന്നെ തിരിച്ചയക്കുന്ന ഒരു പതിവ് ശബരിമലയിൽ ഇല്ല. അവർ പമ്പയിൽ വെച്ച് തന്നെ അവർക്ക് സുഗമമായ രീതിയിൽ കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതേസമയം സന്നിധാനത്തെത്തുമ്പോൾ തിരക്ക് നിയന്ത്രിക്കാനുള്ളൊരു സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതിനായി പ്രത്യേകം സംവിധാനം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിലെ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. ഒപ്പം തന്നെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗത്തിലാണ് പ്രത്യേകമായി തീരുമാനം വരേണ്ടത്. കാരണം അന്നദാനം സദ്യ ആയി, കേരളീയ സദ്യയായി കൊടുക്കണം എന്നൊരു തീരുമാനം എടുത്തിരുന്നു. ആ തീരുമാനം പക്ഷേ നടപ്പാക്കാൻ സാധിച്ചില്ല. പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നത്. അത് കാരണം ചെയ്തിരിക്കുന്നത് ഇന്ന് വീണ്ടും അത് റിവ്യൂ ചെയ്യും. അവലോകന യോഗങ്ങൾ 2 തവണ നടന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇന്ന് ഒരിക്കൽ കൂടി അക്കാര്യം അവലോകനം ചെയ്യും. അതിനുശേഷമായിരിക്കും അന്നദാന സദ്യയിലുള്ള തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന ഹർജി കാർഷികോൽപാദന കമ്മീഷണർ ഡോക്ടർ ബി അശോകാണ് ഹർജി നൽകിയത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. പി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു.